ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പരിസ്ഥിതി സംരക്ഷണത്തോട് പ്രതിബദ്ധത പുലർത്തി സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കണമെന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടാകും സർക്കാർ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. തുടർച്ചയായ രണ്ടാം തവണയും റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ല. സംസ്ഥാനത്തെ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരത്തോടെ ദാമനിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധത പുതുക്കുന്നതിനും സുസ്ഥിരമായ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനമെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. വികസനവും പരിസ്ഥിതി സംരക്ഷണവും കൈകോർത്ത് മുന്നേറുന്ന ഭാവിയാണ് നമുക്ക് പടുത്തുയർത്തേണ്ടതെന്നും അതിനായി സർക്കാരും പൊതുജനങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും സംസ്ഥാന വനം വകുപ്പ് ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശിവപ്രസാദ് ആർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. മനുഷ്യന്റെ നിലനിൽപ്പും വികസനവും പരിസ്ഥിതിയുടെ ആരോഗ്യത്തോടും സമുദ്രിതാവസ്ഥയോടും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വനങ്ങൾ, നദികൾ, പർവ്വതങ്ങൾ, വന്യജീവികൾ എന്നിവ സംരക്ഷിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, ഓരോ പൗരന്റെയും കടമ കൂടിയാണ്. ഒരു മരം നട്ടുപിടിപ്പിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക എന്നീ ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. കർഷകരാണ് പരിസ്ഥിതിയുടെ സംരക്ഷകരെന്നും സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടുള്ളതായിരിക്കുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫലവൃക്ഷത്തെ നടിയിൽ സംസ്ഥാനതല ഉദ്ഘാടനം സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൃഷിമന്ത്രി ടി സിദ്ദീഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കർഷകരായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്കും കൂടുതൽ അടുപ്പിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന കതിര് പദ്ധതിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിലും മറ്റും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വകുപ്പ് പ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. ഇത്തരം മേഖലകളിൽ നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഗതാഗത മന്ത്രി CP ജോണും പരിപാടിയിൽ പങ്കെടുത്തു. കോൺക്രീറ്റ് വനങ്ങൾ നഗരങ്ങളെ കീഴടക്കുമ്പോൾ പച്ചപ്പിന്റെ തണലൊരുക്കുകയാണ് തൊടുപുഴയിലെ അമരം കാവ്. നൂറ്റാണ്ടുകളുടെ പഴമയുള്ള ഈ കാവ് ഇന്ന് തൊടുപുഴ നഗരത്തിന്റെ ജീവവായുവായി നിലകൊള്ളുന്നു. ലോക പരിസ്ഥിതി ദിനത്തിൽ ജൈവ വൈവിധ്യത്തിന്റെ ഈ അപൂർവ കലവറയെ അടുത്തറിയാം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. 3 ഏക്കറോളം വരുന്ന അമരങ്കാവ് സസ്യജാലങ്ങളുടെയും അപൂർവ ജീവികളുടെയും ഒരു വലിയ അത്ഭുത ലോകമാണ്. ആകാശം മുട്ടി നിൽക്കുന്ന വൻമരങ്ങളും ഔഷധ സസ്യങ്ങളും വംശനാശം നേരിടുന്ന പക്ഷികളും ചെറുജീവികളും ഇവിടെ സ്വൈര്യവിഹാരം നടത്തുന്നു. നാട്ടുകാരുടെ ഭരണസമിതിയും നഗരസഭയും ചേർന്നാണ് ഈ പ്രകൃതി വിസ്മയത്തെ ഇന്ന് സംരക്ഷിച്ചു പോരുന്നത്. ഭൂമിയുടെ ജൈവവൈവിധ്യം കാത്തുസൂക്ഷിക്കാൻ ഇത്തരം കാവുകൾ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സർക്കാരിന്റെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ 28 കാവുകളിൽ ഒന്നുകൂടിയാണിത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. അന്വേഷണം നിയമപരമാണെന്ന് ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷണൽ ബെഞ്ച് വ്യക്തമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ CMRL എക്സാലോജിക് കേസിൽ തുടർ നടപടി വിലയിരുത്തുന്നതിനായി ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ലെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. തുടർച്ചയായ രണ്ടാം തവണയും പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തേണ്ടെന്ന് പണനയ സമിതി ഏകകണ്ഠമായി തീരുമാനിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം അറിയിച്ചു. റിപ്പോ നിരക്ക് 5.25% നിലനിർത്തും. GDP വളർച്ച 6.9% നിന്ന് 6.6% കുറയ്ക്കാനും തീരുമാനമായതായി അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ PM സൂര്യഘർ മുഫ്ത് ബിജുലി പദ്ധതി നടപ്പിലാക്കിയതിൽ എറണാകുളം ജില്ലയ്ക്ക് മികച്ച നേട്ടം. പദ്ധതിക്ക് കീഴിൽ ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച ജില്ലകളുടെ പട്ടികയിൽ രാജ്യത്ത് 8ാം സ്ഥാനത്താണ് എറണാകുളം. ജില്ലയിൽ 42,843 വീടുകളിലാണ് റൂഫ് ടോപ്പ് സോളാർ പാനലുകൾ ഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂഡൽഹിയിലെ അടൽ അക്ഷയ് ഊർജ്ജ ഭവനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയിൽ നിന്നും ജില്ലാ കളക്ടർ G. പ്രിയങ്ക ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങി. ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ദേശീയ തലത്തിൽ കേരളം 4ാം സ്ഥാനത്താണ്. ഡിജിറ്റൽ ടിക്കറ്റിംഗിൽ സുപ്രധാന നേട്ടം കൈവരിച്ച് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ. ഡിവിഷനിലെ അൺറിസർവ്ഡ് ജനറൽ ടിക്കറ്റുകളിൽ 5-1 എന്ന നിരക്കിൽ ഇപ്പോൾ യാത്രക്കാർ ബുക്ക് ചെയ്യുന്നത് റെയിൽ വൺ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ്. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും നിരന്തരമായി നടത്തിയ ബോധവൽക്കരണ പരിപാടികളുടെ ഫലമായാണ് ഈ നേട്ടം. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന ഇന്ന്. വൈശാഖോത്സവത്തിൽ പങ്കെടുക്കാനായി ഓരോ ദിവസവും അക്കരെ കൊട്ടിയൂരിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. തിരുവോണം ആരാധനയുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് പൊന്നിൻ ശീവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. സന്ധ്യയ്ക്കാണ് ആരാധനാ പൂജ നടത്തുക. ഞായറാഴ്ച ഇളനീർ വെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും ഉണ്ടാകും. ജൂൺ 10 രേവതി ആരാധനയും 14 രോഹിണി ആരാധനയും ഉണ്ടാകും. 16 മുതൽ 4 ചതുശതങ്ങളും നടക്കും. ഈ മാസം 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. വിവിധ ജില്ലകളിൽ നിന്ന് പുറമെ കർണാടകത്തിൽ നിന്നുള്ള ഭക്തജനങ്ങളും കൊട്ടിയൂരിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് കാലവർഷം എത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ESI പരിരക്ഷയുള്ള ജീവനക്കാരുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി അഖിലേന്ത്യാ തലത്തിൽ 22 മെഡിക്കൽ കോളേജുകളിലായി 783 സീറ്റുകൾ അനുവദിച്ചു. ഇതിന് കീഴിൽ MBBS, BDS, BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈൻ പോർട്ടൽ വഴി ഈ മാസം 21 വരെ അപേക്ഷിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം തുടങ്ങി. സെൻസസ് 222 പോയിന്റ് ഉയർന്ന് 74,582-ലും നിഫ്റ്റി 58 പോയിന്റ് നേട്ടത്തിൽ 23,474-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണ വിലയിൽ ഇടിവ്. ഗ്രാമിന് 35 രൂപ താഴ്ന്ന് 14,275 രൂപയും പവന് 1,14,200 രൂപയുമാണ് ഇന്നത്തെ വില. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ K. അണ്ണാമലൈ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജി ഔദ്യോഗികമായി അംഗീകരിച്ചു. സംസ്ഥാനത്ത് മദ്യനയം ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി M. ലിജു. ബാറുകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുമോ എന്നത് ഇപ്പോൾ പറയാനാകില്ലെന്നും അഴിമതി രഹിതമായി വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആവശ്യമെന്നും മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പോലെ എക്സൈസിന്റെ തനത് ലഹരി വിരുദ്ധ പരിപാടി ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പരിസ്ഥിതി സംരക്ഷണത്തോട് പ്രതിബദ്ധത പുലർത്തി സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കണമെന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടാകും സർക്കാർ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. തുടർച്ചയായ രണ്ടാം തവണയും റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം
12:50.